ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് രാവിലത്തെ യാത്ര റാഞ്ചിയിൽ നിന്നും സെർക്കിള എന്നൊരു ജില്ലയിലേക്കാണ്. വളരെ അതിമനോഹരമായ ജില്ലയാണ്. നല്ല ട്രൈബൽസിൻ്റെ ഏകദേശം ട്രൈബൽ ഏരിയയാണ്. അതുപോലെ തന്നെയാണ് വിശാലമായ കാഴ്ചകളാണ്. ഞങ്ങളോടൊപ്പം ഇന്ന് ഞങ്ങളൊരു സുഹൃത്തുണ്ട്. പുള്ളിയെ ഞങ്ങൾക്ക് പോണ വഴിക്ക് ഡ്രോപ്പ് ചെയ്യണം. പുള്ളി റാഞ്ചി സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളിനി സെർക്കിളിലോട്ട് പോകുന്ന വഴി പുള്ളിയുടെ വീട് അടുത്താണ്. അപ്പോൾ ഞങ്ങൾ പുള്ളിയെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇനി പുള്ളിയെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത ഏരിയയിലോട്ട്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഇനി കഴിക്കണം. പുള്ളിക്ക് എത്താറായിട്ടുണ്ട്. പുള്ളി ഇനി ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലെ തന്നെ മഴ ആയത് കാരണം ആഹാരം കഴിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ പോകുന്ന വഴിയിലൊന്നും കടകളോ ഒന്നുമില്ല. ഏകദേശം നാഷണൽ ഹൈവേ ആണ്. റോഡ് സൈഡിൽ കണ്ടില്ലേ വിശാലമായ ഗ്രാമങ്ങളും ഈ എന്തു പറയാനാണ്, ഈ വയലുകളും മാത്രമേ ഉള്ളൂ. ഒരു കടയോ ഒന്നുമില്ല. ഇനി ഇതുപോലെ തന്നെയാണ് ഏകദേശം ഒരു 80 കിലോമീറ്റർ വരെ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ള. ഇനി ധാബകൾ കാണും, കുറേ ധാബകളും കാര്യങ്ങളും കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു ധാബയിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. അതിനുവേണ്ടി നോക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ധാബയുടെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഹെയർ പിന്നുകളാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു, അവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്തില്ല. എന്നും ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്ത ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ കാണുമ്പോൾ തന്നെ വേറെ ഏതോ രാജ്യത്താണെന്ന് തോന്നിപ്പോവും. ഏത് രാജ്യമാണെങ്കിലും നമ്മുടെ നാട്ടിലെ ലോറികളും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അവർ പശുക്കളെ മേയാൻ വിട്ടതിന് ശേഷം അതിനുള്ള തീറ്റയ്ക്കുള്ള സംവിധാനങ്ങൾ നോക്കുകയും, പിന്നെ വേറെ വലിയ ടൂറിസ്റ്റ് മേഖല അല്ല, ഇതൊരു ട്രൈബൽ ഏരിയയാണ്. അതുപോലെ തന്നെയാണ് അതിമനോഹരവുമാണ്, അപകടകരവുമാണ്. ഞങ്ങളെ യാത്ര ഇങ്ങനെ തുടർന്നിട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ കൂടുതലായിട്ടുണ്ട് കേസ്. ഈ ഓരോ ഹെയർ പിന്നും അവൻ വലിയ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം എല്ലാം ഗുഡ്സ് കാരിയറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 12ഉം 20ഉം വീലുള്ള വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ കയറി, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഞങ്ങളിങ്ങനെ കാര്യങ്ങളും പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഈ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് പറയാനാണ്, പ്രത്യേക ഒരു അനുകമ്പ തന്നെയാണ് പ്രകൃതിയോടും എല്ലാത്തിനോടും. കാരണം ഇപ്പോൾ റോഡുകൾ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, വലിയ നല്ല റോഡുകളൊന്നും അല്ല. കാരണം ഹെയർ പിൻ കയറുന്ന കാരണമല്ല, എപ്പോഴും ഡെയിലി ഈ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അങ്ങനെ തന്നെ പറയാം. മഴ കാരണങ്ങളൊക്കെ വന്നാൽ പെട്ടുപോകും, പാലങ്ങളും എല്ലാം തകരുകയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ അതേപോലെ ഇവിടുത്തെ പോലീസുകാർ പോലും പാരാമിലിറ്ററിയുടെ സഹായത്തോടുകൂടിയാണ് ഈ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് പോലും. അത്ര തീവ്രമായ ഒരു മേഖല തന്നെയാണ്, അങ്ങനെ വേണം പറയാൻ. കാരണം ഈ രാത്രി ഒരു വണ്ടി പഞ്ചറായ പോലും വന്ന് പഞ്ചറൊട്ടിക്കാൻ കടയോ, അതുപോലെ നമുക്കൊരു അപകടം പറ്റിയാൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതോറിറ്റിക്കോ ഒന്നും കഴിയില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പോലും ഒന്നിനും പറ്റില്ല. കാരണം രണ്ട് സൈഡും വിജനമിച്ച സ്ഥലങ്ങളാണ്. ഹൈവേ ആണെങ്കിൽ പോലും ഒരു വീടോ ഒരു ഹോട്ടലോ ഒരു സംവിധാനങ്ങളില്ല കേസ്. രണ്ട് സൈഡും ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൻ്റെ അകത്ത് നിന്ന് എന്തുണ്ടായാലും അനുഭവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അധികം സ്റ്റോപ്പൊന്നും ചെയ്യാതെ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ കൊണ്ട് യാത്രയിലാണ്. ഈ യാത്ര ഈ രണ്ട് സൈഡ് കാടായിട്ട് എന്ത് പറയാനാണ്, കണ്ടുകൊണ്ടിരിക്കുക. ആന, പുലി എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് വണ്ടി നിർത്തി ഇതിനൊന്ന് ഷൂട്ട് ചെയ്യാനോ വണ്ടി നിറങ്ങാനോ ഒന്നിനും പാടില്ല എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെ സേഫ്റ്റി മാത്രമല്ല, വേറൊരു വണ്ടിക്കാരൻ്റെ സേഫ്റ്റിയോടെ നമ്മൾ നോക്കണമല്ലോ. നമ്മളെ വണ്ടി സഡൻലി അവിടെ നിർത്തി നോക്കുന്നതാണെങ്കിൽ ഒന്നാമത് മഴയും കൂടെ ആയതുകൊണ്ട് ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളുള്ളതുകൊണ്ട് വേറൊരു വണ്ടി ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ നമ്മളെ വണ്ടി കൊണ്ടിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കും. നമുക്ക് ഓരോ ജീവനും വിലപ്പെട്ടതാണല്ലോ. അപ്പം എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്ത് പറയാനാണ്, ഈ മഴയും കൂടെ കാരണം പെട്ട് ഗൈസ്. ആഹാരം പോലും നേരെ ചൊവ്വ കഴിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആയി, എന്നിട്ടും ആ ഭംഗി കണ്ടില്ലേ. രാവിലെ ആണെന്ന് വിചാരിക്കുള്ളൂ, ഉച്ചയായി ഗൈസ്. ഉച്ചയായിട്ടും ഇതുപോലെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാം 20 വീലുള്ള ലോറികൾ മാത്രമേ ഉള്ളൂ, അതും ഗുഡ്സായിട്ട് പോകുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടില്ലേ, ആടുകളും പശുക്കളും മേയാൻ വേണ്ടി നട റോട്ടിലുണ്ട്. അവന്മാർക്ക് സൈഡ് കൊടുക്കാതെ അവന്മാരെ കണ്ടിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഇവിടെ മനുഷ്യനെ കാട്ടി പ്രധാനം മൃഗങ്ങൾക്കാണ്. അതൊരു നല്ല കാര്യമാണ്, പക്ഷേ ചില സമയങ്ങളിൽ അതൊരു പാടുമാണ് നമുക്ക്. അപ്പം നിങ്ങളിനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈവേ വീണ്ടും കയറി, ഹെയർ പിൻ കഴിഞ്ഞ് വീണ്ടും ഹൈവേ കയറിയിട്ടുണ്ട്. ഞങ്ങളിനി നേരെ പോയി ഞങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിർത്തിയിരുന്ന വാഹനം നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ ദിവസം പാട് തന്നെയാണ്. കാരണം പോകുന്ന സ്ഥലം ഇതുപോലെ ആയിരിക്കും 90%. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇനി യാത്രയായി രാത്രിക്ക് കൂടെ വാങ്ങിച്ചു വെച്ചാൽ അത്രയും സേഫ്റ്റിയാണ്. കണ്ടില്ലേ, മഴയും പറയാൻ എന്താണ് ഗൈസ്, വേറെ ലെവലാണ് ഇവിടെയൊക്കെ. മഞ്ഞും മഴയും ഒരു ആംബിയൻസ് തന്നെയാണ് ഗൈസ്. കണ്ട സ്ഥലങ്ങളാണെന്ന് വീണ്ടും തോന്നും. ഇല്ല, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയാണ് ഇവിടെ. എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയാണ്. കുറച്ച് നേരം വണ്ടി നിർത്തി, ഒരു സ്കൂളിൻ്റെ പരിസരത്താണ് വണ്ടി നിർത്തിയത്. ഫയർഫോഴ്സ് പോലും ചവിട്ടി നിർത്തുന്നത് കണ്ടില്ലേ. ആശാന്മാർ പോയതിനു ശേഷം മാത്രമേ ഇവിടെ ആർക്കും പോകാൻ പറ്റൂ. അവന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ ഇനി ആരാണെങ്കിൽ നാട്ടുകാർ പിടിച്ച്